ഈ പ്രിലിംസ് പരീക്ഷകളിൽ ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നുമായി 40 മാർക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ ജോഗ്രഫിയിൽ നിന്ന് 20 മാർക്കുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 10 മാർക്കുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയിലെ ചില ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് പഠിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ MV. വിൻഡോസ് 2 പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ കുട്ടികൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ പുതിയ ആളുകളോടാണ്, ആദ്യമായിട്ട് വീഡിയോ ക്ലാസ് കാണുന്നവരോടാണ്, ബാക്കിയുള്ളവർ ഫോർവേഡ് ചെയ്ത് പോയിക്കോളും. നമ്മുടെ കയ്യിലൊരു ഫ്രീ കോച്ചിങ് ക്ലാസ് നടക്കുന്നുണ്ട്. തീർത്തും സൗജന്യമാണ്. നമ്മുടെ വാട്സപ്പിലൂടെയാണ്. എല്ലാ ദിവസവും റെക്കോർഡഡ് വീഡിയോസ് തരും, അതിൽ നിന്നുള്ള എക്സാമും തരും. ഓക്കെ. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പഠിച്ചെടുത്ത് അതിലുള്ള മുഴുവൻ PSC ചോദ്യങ്ങളും കവർ ചെയ്യുന്ന രീതിയും ഇത് രണ്ടുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 1 വർഷം നിങ്ങൾക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ആ ക്ലാസ്സുകളിലേക്ക് കിട്ടാൻ, അപ്പോൾ ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് 10th പ്രിലിംസിനുള്ള ക്രാഷ് കോഴ്സാണ്. 10th പ്രിലിംസിനെ 14 ദിവസത്തിലൂടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ ഒരു കടന്നുപോക്ക്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും യൂട്യൂബ് വീഡിയോ ക്ലാസ് ഉണ്ട്. അതിൽ നിന്നൊരു ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ടതിൻ്റെ PDF നോട്ടുകൾ തരും, PDF അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു, ഈ എക്സാമൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രിലിംസ് കഴിഞ്ഞാൽ 28-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്. പക്ഷേ നമ്മുടെ ക്രാഷ് കോഴ്സ് ഒന്ന് അടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഇതുവരെ PSC ചോദിച്ച ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. ഇപ്പം നമുക്കിന്ന് ജോഗ്രഫി ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? യൂണിവേഴ്സിറ്റി LGS പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇവിടെ C ആണ് അല്ലേ? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ചൈന ഇല്ല, അതുകൊണ്ടാണ് A എന്നുള്ള ഉത്തരം തെറ്റായി പോയത്. ഇന്ത്യ ഉപഭൂഖണ്ഡം എന്താണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമാർ, ഇന്തോനേഷ്യ. ഇവിടെ നമുക്കറിയാം ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, പക്ഷേ മ്യാൻമാർ, ഇന്തോനേഷ്യ ഇതൊന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളതായിട്ട് കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാനാണ്. ഇവിടെ ഉള്ളത് ഭൂട്ടാനും നേപ്പാളും ബംഗ്ലാദേശും വന്നു, പക്ഷേ അഫ്ഗാനിസ്ഥാൻ വേണ്ട. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് 7ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്. അതിൽ കാണിക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണിത്. അവിടെ നോക്കുക, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഇന്ത്യയുണ്ട്, പാകിസ്ഥാൻ ഉണ്ട്. ആ കളർ കൊടുത്ത രാജ്യങ്ങളെ നോക്കുക. ചൈന കളർ കൊടുത്തിട്ടില്ല, അഫ്ഗാനിസ്ഥാൻ കളർ കൊടുത്തിട്ടില്ല. ആ കളർ മനസ്സിലേക്ക് കയറ്റി വെച്ചോ. പാകിസ്ഥാൻ ഇതാ അവിടെ കിടക്കണു, ഇവിടെ കിടക്കുന്നു നേപ്പാള്, ഇവിടെ ബംഗ്ലാദേശ് കിടക്കുന്നു, ഇവിടെ ഭൂട്ടാൻ കിടക്കുന്നു, ഇന്ത്യ കിടക്കുന്നു. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള രാഷ്ട്രങ്ങൾ ഇതൊക്കെയാണ്. ക്ലിയർ ആയല്ലോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള രാഷ്ട്രങ്ങൾ ഇവയെല്ലാമാണ്. ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് 7ാം ക്ലാസ്സിൽ കുറച്ച് പുതിയ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിലൊന്ന്, ലോകത്തിന്റെ മേൽക്കൂര. പല പ്രാവശ്യം പണ്ട് ചോദിച്ചതാണ്, ഇപ്പൊ വീണ്ടും SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമിയെ ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്നു. നിങ്ങൾക്കിവിടെ മേൽക്കൂര പോലെ കാണാം പാമീർ. ആ പാമീറിൽ നിന്ന് പല മലനിരകളും സംഗമിക്കുന്നത് നിങ്ങൾ കാണാം. ഏതെല്ലാമാണ് പാമീറിൽ സംഗമിക്കുന്ന മലനിരകൾ? പാമീറിൽ സംഗമിക്കുന്ന മലനിരകൾ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ടിയാൻ ഷാൻ, കാരക്കോരം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് പാമീർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഓർത്തു വെച്ചോളൂ. ഏതൊക്കെയാ? ടിയാൻ ഷാൻ, കാരക്കോരം, കുൻലുൺ, ഹിന്ദുക്കുഷ്. ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള ഭൂഖണ്ഡ വിഭാഗങ്ങളാണ്. ആ ഭൂഖണ്ഡ വിഭാഗങ്ങളെ ആണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ.
ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് പാമീർ പീഠഭൂമിയാണ്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. പാമീർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഈ പാമീർ പീഠഭൂമിയാണ് എന്തിനെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ, ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്താണ് ഇന്ത്യ. നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പം നമുക്ക് കാണാം. അപ്പം ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി നിർത്തുന്നത് പാമീർ പീഠഭൂമിയാണ്. ഉന്നതമായ പർവ്വത ശിഖരങ്ങളുണ്ട്, വിശാലമായ സമതലങ്ങളുണ്ട്, മരുഭൂമികളുണ്ട്, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലുണ്ട് അല്ലേ. തീരസമതലങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇത് വായിച്ചു പോയ ഒരാൾക്ക് കഴിഞ്ഞ പരീക്ഷയിലെ ഹിമാലയം എന്നുള്ളത് ഒഴിവാക്കാം. കാരണം പറയുന്നതൊക്കെയാ ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, ഉത്തര മഹാപർവ്വതം, വിശാലമായ സമതലങ്ങൾ, ഉത്തര മഹാസമതലം, മരുഭൂമി പ്രദേശം, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമികൾ, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ, ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിരിൽ ഹിമാലയ പർവ്വതമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ സമാന്തരമായി കടക്കുകയാണ് ഹിമാലയം. വടക്കേ അതിർത്തിയിലാണ് ഹിമാലയമുള്ളത്. വടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ മോൾഭാഗം. ആ വടക്ക് ഭാഗത്ത് ഹിമാലയമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയം. ഓർത്തിരിക്കുക, മറന്നു പോകരുത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ അപ്പാരാണ്? ഹിമാലയമാണ്. അടുത്തത് നമ്മൾ വടക്കേ അതിർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ പറയുന്നത് ശ്രദ്ധിക്കണേ, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകൾ. ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളുണ്ട്. മറന്നു പോകണ്ട, പുതുതാണ്. പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ പുതുതാണ്. PSCക്ക് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ പാഠഭാഗം എടുത്തത്. കിഴക്കേ അതിർത്തി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും അതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുക്കുകയാണെങ്കിൽ അതിന്റെ തെക്കേ അതിർത്തി ഏതാ? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഈ ഇന്ത്യൻ മഹാസമുദ്രമാണ് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ എന്നും കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ എന്നും അറിയപ്പെടുന്നത്. ഈ ഇന്ത്യൻ മഹാസമുദ്രമാണ് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ എന്നും കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ എന്നും അറിയപ്പെടുന്നത്. ആ അറബിക്കടലിലാണ് ലക്ഷദ്വീപ്, ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അറബിക്കടലിൽ ലക്ഷദ്വീപ്, ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ മനസ്സിലാക്കിയല്ലോ നിങ്ങൾ. എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ എന്ന് പറയുന്നത്? അപ്പോൾ അത് ഓക്കെ ആയി. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏതാ? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശവും ചുറ്റപ്പെട്ടിരിക്കുന്ന ജലാശയങ്ങൾ ഏതെല്ലാമാണ്? അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ. 3 വശവും ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്തിനാൽ? കടലിനാൽ. ഈ ഭാഗം അറബിക്കടൽ എന്നറിയപ്പെടും, ഈ ഭാഗം ബംഗാൾ ഉൾക്കടൽ എന്നറിയപ്പെടും. രണ്ടും ഇന്ത്യൻ മഹാസമുദ്രം തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതുകൂടി ഓർത്തിരിക്കുക. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്, മാലിദ്വീപ് ഉണ്ട്. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാലിദ്വീപ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇന്ത്യ ഉണ്ട്. ശ്രദ്ധിക്കുക, അഫ്ഗാനിസ്ഥാനോ ചൈനയോ ഒക്കെ തന്നെ നമ്മുടെ അതിർത്തി രാജ്യങ്ങളാണെങ്കിലും അവയൊന്നും തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നില്ല. ഇപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ
ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ പഴയ കാലത്ത് നമ്മൾ വേറെ പറഞ്ഞു. കിഴക്ക് ഭാഗത്ത് ഏത് മലനിരയാ ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്യ്, ഇല്ലെങ്കിൽ മുന്നേക്ക് പോയി നോക്ക്, ആ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ പണ്ടാണെങ്കിൽ നമ്മൾ വടക്കേ അതിർത്തി ഹിമാലയമാണ്, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് സുലൈമാൻ നിരകളാണ്. ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ ഓർത്തേക്കുക. വടക്ക് കിഴക്ക് പൂർവാചൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് കിഴക്ക് അറബിക്കടൽ. ഇപ്പം ഇന്ത്യ എങ്ങനെയല്ലേ കിടക്കണത്? ഇവിടെ തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ, താഴെയുള്ള ഭാഗം തെക്ക്, ഇത് പടിഞ്ഞാറ് ഭാഗം, തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് കിഴക്ക് ഏതാണ്? പൂർവാചൽ വരുന്നുണ്ട്. വടക്ക് കിഴക്ക് എന്ത് വരുന്നുണ്ട്? പൂർവാചൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് സുലൈമാൻ മലനിരകൾ വരുന്നുണ്ട്. വടക്കേ അതിർത്തി, ഇന്ത്യയുടെ വടക്കേ അതിർത്തി എന്ന് പറയുന്നത് എന്താണ്? ഹിമാലയമാണ്. അവിടെയാണ് പാമീർ അതിൻ്റെ മുകളിലായിട്ടാണ് കിടക്കുന്നത്, അല്ലേ? അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ നിങ്ങൾക്ക് പിടികിട്ടി. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഇന്ത്യ നമുക്കറിയാം, ഭൂമധ്യരേഖ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും രണ്ടാക്കി വിഭജിക്കുന്നുണ്ട് ഭൂഗോളത്തെ. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. ആ ഉത്തരാർദ്ധഗോളത്തിലാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് ചോദിച്ചാൽ, അപ്പൊ ആദ്യം ഓർക്കുക, ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ. ഇതാണ് ഭൂമധ്യരേഖ. ഈ മുകളിലുള്ള അർദ്ധഗോളമാണ് ഉത്തരാർദ്ധഗോളം. ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അക്ഷാംശ രേഖ പറയുമ്പോൾ നോർത്തേ വരുള്ളൂ, സൗത്ത് വരില്ല. ഇന്ത്യയിലെ അക്ഷാംശ രേഖ നോർത്തേ വരുള്ളൂ, ഉത്തരം വടക്ക് എന്നുള്ളതേ വരുള്ളൂ. അവിടെ ഏഷ്യൻ ഭൂഖണ്ഡം ഇതാണ്. ആ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്താണ്. ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണ് ഭൂമധ്യരേഖ പരിഗണിച്ചാൽ. പക്ഷെ ഏഷ്യൻ എടുക്കുമ്പോൾ ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇടയ്ക്കിടയ്ക്ക് PSC ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലാണ്. ഇനി നമുക്ക് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. ഇനി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്താണ്? ഇപ്പം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ഞാൻ പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അതായത് 30 കൂട്ടുക. നിങ്ങൾ തുടങ്ങേണ്ടത് 8 എന്നാണ്. 8 നിന്ന് 30 കൂട്ടിയാൽ എത്രയാ? 38. അങ്ങനെ തന്നെ ആലോചിക്കൂ. ഇവിടെ നോക്കൂ, 8 പോയി, ഇവിടെ എത്രയ്ക്ക് എത്തി? 38 എത്തിയിട്ടില്ല, 37.6 എത്തി. എന്നാലും 38 എടുത്താളോ. ഇനി 38നോട് 30 കൂട്ടുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 68. ഇനി നിങ്ങൾ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കിയാൽ 68.7. ഇനി 68നോട് 30 കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 98. അതിന് പകരം അതിന് തൊട്ടടുത്ത് തന്നെ 97.25. അപ്പൊ നമ്മൾ ഈ നമ്പറുകളൊന്ന് ഓർത്ത് വെക്കുക. 8, 38. 8ഉം 38ഉം നോർത്ത്. ഇന്ത്യ നേരത്തെ പറഞ്ഞ ഞാൻ ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് അക്ഷാംശ രേഖ 8 ഡിഗ്രിക്കും 38 ഡിഗ്രിക്കും കറക്റ്റ് അല്ലേ? നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇനി രേഖാംശ രേഖ കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ്. അപ്പൊ രേഖാംശ രേഖ ഒരു കിഴക്കൻ അർദ്ധഗോളവുമുണ്ട്, ഒരു പടിഞ്ഞാറൻ അർദ്ധഗോളവുമുണ്ട്. ഇതിൽ പൂർണ്ണമായും കിഴക്കൻ അർദ്ധഗോളത്തിലാണ് ഇന്ത്യ. അപ്പൊ രേഖാംശ രേഖ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാം. നേരത്തെ 8, 38, ഇനി 30 കൂട്ടിയാൽ 68, പിന്നെ 30 കൂട്ടിയാൽ 98. കഷ്ടി. ഇനി 8 എത്രയാ? വെറും 8 അല്ല, 8ന്റെ പകുതി എത്രയാ? 4. 8 ഡിഗ്രി 4 മിനിറ്റ്. ഈ 4 ഒന്ന് ഓർത്തു വെച്ചോ. നേരത്തെ 38 കിട്ടിയില്ലേ? 38ന്ന് 0.4 പോയാൽ നമുക്ക് 37.6 എന്നാണ് കിട്ടുക. അത് ഇത് അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് 68 ആണ്. 68 കറക്റ്റ് 68 അല്ല, എന്താണ് വരുന്നത്? 68 ഡിഗ്രി 7 മിനിറ്റ്. ഓക്കെ, ഇനി 68നോട് 30 കൂട്ടിയാൽ 98. കറക്റ്റ് 98 അല്ല, 97 ഡിഗ്രി 25 മിനിറ്റ്. ഇത് രണ്ടും ഈസ്റ്റ് ആണ്. കാരണം ഇന്ത്യ കിഴക്കൻ അർദ്ധഗോളത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ കിടക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം.
അടുത്ത പോയിന്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ഞാൻ പറഞ്ഞ അക്ഷാംശമാണെങ്കിൽ വടക്ക് വരും, രേഖാംശമാണെങ്കിൽ കിഴക്ക് വരും. കാരണം കിഴക്കൻ അർദ്ധഗോളത്തിലാണ് ഇന്ത്യ, അതുകൊണ്ട് കിഴക്ക് മാത്രം എടുത്താൽ മതി. ഈ രണ്ടെണ്ണം ഈ ഒന്ന് പോയി. ഇനി നമുക്കറിയാം അക്ഷാംശം നമുക്ക് എന്ത് കിട്ടി? 8:38. രേഖാംശം നമുക്കറിയാം 68:98. അതിനോട് അടുത്ത് കിടക്കുന്നത് ആരാണ്? ഇവിടെ 68 ഉണ്ട്, ഇവിടെ 98 ഉണ്ട്. കറക്റ്റ് കിഴക്കാണ്, അവിടെ നിന്ന് കിട്ടും. നോക്കൂ, ഇതുപോലെ വേറെ ഏതെങ്കിലും കിടക്കുന്നുണ്ടോ? ഒന്നും കൂടി ഓർക്കുക, 68:7 97:25 പക്ഷെ അതൊന്നും അല്ലാതെ തന്നെ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ അവിടെ കിട്ടും. ഇനി ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയാകട്ടെ രേഖാംശീയ വ്യാപ്തിയാകട്ടെ, അക്ഷാംശ വ്യാപ്തി വരുമ്പോൾ 8:38 കണ്ടു, അപ്പൊ 30. രേഖാംശ വ്യാപ്തി വരുമ്പോൾ 38:68 കണ്ടു, അപ്പോഴും 30. ഇത് അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഓർക്കണം 8 ഡിഗ്രി 4 മിനിറ്റ് ആണ്. ഈ 38 എന്ന് പറയുന്നത് 37 ഡിഗ്രി 6 മിനിറ്റ് ആണ്. ഇനി ഈ 68 എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് ആണ്. പിന്നെ 98 ഇല്ല, 97 ഡിഗ്രി 25 മിനിറ്റ് ആണ്. എന്തായാലും ഇവ തമ്മിലുള്ള വ്യത്യാസം 8:38 ആണെങ്കിലും 68:98 ആണെങ്കിലും 30 ആണ്. അതുകൊണ്ട് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ചോദിച്ചാലും രേഖാംശ വ്യാപ്തി ചോദിച്ചാലും നിങ്ങളുടെ ഉത്തരം 30 ആയിരിക്കണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഈ തന്നിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ബ്രസീലാണ്. തന്നിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ലേശം നേരം കൂടി നമുക്ക് 3 കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളെ കൂടി കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഏതെല്ലാമാണ് നമ്മുടെ 3 കോഴ്സുകൾ? നമ്മൾ കേരള PSCക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളുണ്ട്. അത് കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബിവറേജസ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ, ഈ പരീക്ഷകൾക്കെല്ലാം ചേർന്ന് വിൻഡോസിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട്. ആ കംപ്ലീറ്റ് കോഴ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ അടക്കം, അതിൽ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഇല്ലേ, അതിൽ ഡെയിലി എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്, PDF നോട്ടുകളുണ്ട്. 10th പ്രിലിംസ് കവർ ചെയ്യും, 10th മെയിൻസ് കവർ ചെയ്യും, ഈ വരുന്ന എക്സാമുകൾ മുഴുവൻ കവർ ചെയ്യും. ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് ക്രാഷ് കോഴ്സുകൾ അതിലുണ്ടാവും. ഓരോ എക്സാം നടക്കുമ്പോഴും മുഴുവൻ കവർ ചെയ്യുകയും ചെയ്യും. ഒരു 6 മാസം കൊണ്ട് ഇപ്പം തന്നെ നമ്മൾ കവർ ചെയ്ത് തുടങ്ങി, പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 മാസമാകുമ്പോഴേ പ്രിലിംസൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്തരം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വെറും 499 രൂപയാണ് ഒരു വർഷത്തേക്ക് വേണ്ടി വരുന്നത്. എല്ലാ തരത്തിലുള്ള റെക്കോർഡ് ക്ലാസ്സുമുണ്ട്, ഫുൾ സബ്ജക്റ്റ് കവർ ചെയ്യും, SCRT സിലബസിൻ്റെ കൺസേൺഡ് പോർഷൻ മൊത്തം കവർ ചെയ്യും. ഒരു വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ. 499 രൂപയാണ് ആകെ ഒരു വർഷത്തേക്ക് വേണ്ട കോഴ്സ്. അതിലൊരു ഡെയിലി പ്ലാൻ ഉണ്ട്, ഡെയിലി എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും ഉണ്ട്. ലൈവ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര തവണമെങ്കിലും സംശയം ചോദിക്കാം, അത് മുഴുവൻ ക്ലാരിറ്റി വരുത്തിയേ പോകൂ. ഈ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായി ലൈവ് ക്ലാസ്, സാധാരണ ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ അതാത് എക്സാം വരുമ്പോഴുള്ള ക്രാഷ് കോഴ്സും അതിൻ്റെ ഭാഗമാണ്. അതിന് ആകെ വരുന്ന പൈസ വിത്ത് എല്ലാ ലൈവ് ക്ലാസ്സും കൂടിയിട്ടുള്ളതിന് 1200 രൂപയാണ് ഈ എല്ലാ ഫീച്ചറുകളും കൂടിയത്. ഇനി അത് കൂടാതെ നിങ്ങളോടൊപ്പം മുഴുവൻ സമയവും നിന്നുകൊണ്ട് നിങ്ങളെ മെൻറ്റർ ചെയ്തും കൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പും പരിശോധിച്ചുകൊണ്ട് നിങ്ങളുടെ പഠനത്തിനനുസരിച്ച് നിങ്ങളെ വിവിധ ബാച്ചുകളാക്കിക്കൊണ്ട്, അതൊരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടിയുടെ പഠനം അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു ബാച്ചാക്കി കണക്കാക്കിക്കൊണ്ട് 100 കുട്ടികൾക്ക് മാത്രമുള്ള നമ്മുടെ ഗോൾഡൻ ബാച്ച് ഉണ്ട്. നിലവിൽ 30 ആളുകൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി 70 സ്ലോട്ടും കൂടിയേ കൊടുക്കുള്ളൂ. അപ്പോൾ അതിന് 8000 രൂപയാണ് ഫീസ്. പക്ഷേ ഇപ്പോൾ ഒരു വർഷത്തേക്ക് 5500 രൂപയ്ക്ക് കിട്ടും. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് 4999 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ 2 കോഴ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഈ കോഴ്സിന് നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ട് വരികയാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പിക്കണം. ബാക്കിയൊക്കെ പഠിക്കാനായിട്ട് തന്നെ വരുന്നത്, പക്ഷേ ഉഴപ്പാൻ തയ്യാറാവില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോവാം,
നിങ്ങളുടെ വീട്ടിലത്തെ പണി ചെയ്യാം, കുടുംബത്തിൽ ഉത്തരവാദിത്തൻ്റെ ഒക്കെ അതിനിടയിൽ അതൊക്കെ ടൈം മാനേജ്മെന്റ് നടത്തിക്കൊണ്ട് കൃത്യമായ മോണിറ്ററിംഗ് വരുത്തിക്കൊണ്ട് ഈ 100 പേരെയും 2025 സർക്കാർ ജോലി ഉറപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. അത് വിത്ത് മെൻറ്ററിംഗ് ആണ്. ഞാനാണ് നേരിട്ട് മെൻറ്റർ ചെയ്യുന്നത്. ആ ക്ലാസ്സിന് 4999 രൂപ മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കുന്ന ഒന്നാണ് വിൻഡോസ് 2. വീണ്ടും നമുക്ക് പോർഷനിലേക്ക് പോവാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വലിയ രാജ്യം ഏതാണ്? ഇത് ബ്രസീലാണ്. അവിടുത്തെ ഉത്തരം ബ്രസീലാണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. അപ്പൊ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഞാനത് ആവർത്തിച്ചു വന്നാട്ട് അറിയാതെ 2 തവണ ആവർത്തിച്ചു വന്നിട്ടുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ ഭൂമിശാസ്ത്രം അറിയുമ്പോൾ ഇപ്പൊ ബ്രസീൽ ഇന്ത്യനെക്കാട്ടും വലിപ്പമുണ്ട് അല്ലേ? അത് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാ? നിങ്ങൾ കമന്റ് പറയും. ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം, ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7ാം സ്ഥാനമാണ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ. അപ്പൊ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യങ്ങളുണ്ട്. ഒന്ന് കമന്റ് പറയൂ, പിന്നെ നമുക്ക് പരിശോധിക്കാം ഇപ്പൊ തന്നെ. അപ്പൊ ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഓർത്തിരിക്കാൻ പറ്റുന്ന നമ്പറാണ് 2.42%. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42% ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓർത്തിരിക്കണം, 32,87,263. ഇത്തരം നമ്പറുകൾ കാണുമ്പോൾ നമ്മൾ മെമ്മറി ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഇവിടുത്തെ ഒരു മെമ്മറി ടെക്നിക്ക് ഞാൻ പറയാം. നമ്പർ പെഗ് സിസ്റ്റം ഉപയോഗിച്ചാൽ മതി. നമ്പർ പെഗ് സിസ്റ്റത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് 3 ഹൃദയമാണ്, 2 ഞങ്ങൾക്ക് താറാവാണ്. ഞങ്ങളിങ്ങനെയാണ് വർഷങ്ങളെ പഠിക്കുക. 2 താറാവാണ്. 8 എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്. 7 എന്ന് പറഞ്ഞാൽ കൊടിയാണ്. 2 എന്ന് പറഞ്ഞാൽ താറാവാണ്. 6 എന്ന് പറഞ്ഞാൽ ആനയുടെ തുമ്പിക്കൈയാണ്. 3 എന്താണ്? വീണ്ടും വന്നു. 3 എന്താണ്? 3 ഹൃദയമാണ്. ഇനി ഞങ്ങൾ ഈ നമ്പറിലേക്ക് നോക്കുന്നു. തുടക്കത്തിലും 3 അവസാനവും 3. അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ 2 ഭാഗത്തും ഹൃദയം. നമ്മൾ ഇന്ത്യക്കാരാണ്, നമുക്ക് ഇന്ത്യയോട് സ്നേഹമുണ്ട്. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയാണ് പറയുന്നത്. ഇപ്പൊ 2 ഹൃദയങ്ങൾ. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, 2 താറാവുകളുണ്ട്. ആ ആദ്യത്തെ താറാവിൻ്റെ അടുത്ത് ഒരാന നിൽക്കുന്നുണ്ട്. ആനയുടെ തുമ്പിക്കൈയാണിത്. അതിനടുത്ത് തന്നെ ഒരു താറാവ് നിൽക്കുന്നുണ്ട്. ഇനി അതേ താറാവ് ഇവിടെയും നിൽക്കുന്നുണ്ട്. അപ്പോ അത് കഴിഞ്ഞാൽ ഒരു 8 ഉണ്ട്. 8 എന്ന് പറഞ്ഞാൽ ചങ്ങല. അത് ഈ ആനയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലയാണ്. ആ ആനയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല. കണ്ടോ? ഇനി ഒരു കൊടിയാണ്. അത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയാണ്. ഇനി നോക്കൂ, ഈ ചിത്രം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ. 2 ഭാഗത്തൊരു ലവ് ചിഹ്നം. അതിങ്ങനെ കടന്ന് മിടിക്കുന്നുണ്ട് കേട്ടോ. ഹൃദയമാണ് ലവ് എന്ന് പറഞ്ഞാൽ ഹൃദയം. 2 ഇങ്ങനെ കടന്ന് മിടിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്തായി മനോഹരമായ ഒരു താറാവ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? ഒരു കൊടി കാണുന്നുണ്ട്. ആ ജലാശയത്തിലാണ് 2 താമരപ്പൂവുകളാണ്. ഹൃദയം പോലെ തോന്നുന്നു നമുക്ക്. അത് പച്ച നിറമുള്ള താമരപ്പൂവാണ്. വെറുതെ അങ്ങനെ ആലോചിക്കുക. സാധാരണ കാണുന്ന കളറിന്ന് മാറി മനസ്സ് ചിന്തിക്കുക. ആ താമരയുടെ തീരത്ത് കൂടെ നോക്കൂ, ഓളമുണ്ടാക്കി ഒരു താറാവ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കൊടി കാണുന്നുണ്ട് നിങ്ങൾ. ആ കൊടി ത്രിവർണ്ണ പതാകയാണ്. അത് കഴിഞ്ഞാൽ ആ കൊടിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഈ 2 താറാവുകൾ. ആ താറാവിന്റെ അപ്പുറത്തായിട്ട് പിന്നെ നിങ്ങൾ ആരെ കാണുന്നു? ഒരാന കാണുന്നുണ്ട്. ആ ആന ഹൃദയം പോലത്തെ ഒരു താമരപ്പൂവ് എടുത്തിട്ട് ഇങ്ങനെ അതിന് തുമ്പി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, വളരെ സിമ്പിൾ അല്ലേ നമുക്ക് ഓർത്ത് വയ്ക്കുമ്പോൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നമ്പർ പെഗ് സിസ്റ്റം വെച്ചിട്ട് ആലോചിച്ച് നോക്കൂ. കാണാപ്പാടം പഠിക്കാതെ ഒരു രസവും കിട്ടും, നമ്മുടെ കാര്യങ്ങളും നടക്കും. 32,87,263 ചതുരശ്ര കിലോമീറ്റർ.
കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ വിസ്തൃതി 38,863 അവിടെയുമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു 3 അല്ലെ, 38,863 പക്ഷേ കേരളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം അത് 38,852 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നാളെ കുറെ കൂടി ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ക്ലാസ്സുകളുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.